ജീവിതത്തിൽ പിന്നിലേക്ക് നോക്കിയാൽ എല്ലാം നമ്മളിൽ നിന്നും അകന്നു പോവുകയുള്ളൂ. മുന്നിലേക്ക് നോക്കൂ, എല്ലാം നമ്മെ തേടി വരും. ജീവിതത്തിൽ എന്തൊക്കെ നാം നേടിയെടുത്താലും അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ സമാധാനത്തോളം വരില്ല. ശാന്തമായി ഉറങ്ങാൻ ആവുക എന്നതിൽ കവിഞ്ഞൊരു സൗഭാഗ്യം ജീവിതത്തിൽ വേറെയില്ല. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ താല്പര്യമില്ലെങ്കിൽ ജീവിതം ഉപയോഗശൂന്യമാണ്. നിങ്ങൾ സന്തോഷവാനാകണമെങ്കിൽ ആദ്യം സ്വയം സ്നേഹിക്കണം. നാം രണ്ടു കാര്യങ്ങളിൽ നിസ്സഹായരാണ്. ഒന്ന്, ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, സന്തോഷം വാങ്ങുവാൻ സാധിക്കുന്നില്ല. നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം പുറത്തായിരിക്കും. നമുക്കെതിരെയുള്ള വിമർശനങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയും ഒന്നും പറയാതിരിക്കുകയും ഒന്നും ആകാതിരിക്കുകയും വേണം. ഓരോ അധ്യാപകരും ഒരിക്കൽ വിദ്യാർത്ഥികളായിരുന്നു. ഓരോ വിജയികളും ഒരിക്കൽ പരാജിതരായിരുന്നു. എല്ലാ വിദഗ്ധരും ഒരിക്കൽ തുടക്കക്കാരായിരുന്നു. നിങ്ങളുടെ പ്രായം നിങ്ങളുടെ പക്വതയെ നിർവചിക്കുന്നില്ല. നിങ്ങളുടെ ബിരുദങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ നിർവചിക്കുന്നില്ല. നിങ്ങളുടെ പെരുമാറ്റവും വ്യക്തിത്വവുമാണ് നിങ്ങളുടെ പക്വതയും ബുദ്ധിയും നിർവചിക്കുന്നത്. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. മനസ്സ് ശക്തമാണെന്ന് മനസ്സിനോട് പറയുക. നമ്മുടെ പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാവരോടും നാം തുറന്നു പറയരുത്. കേൾക്കുന്ന എല്ലാവരും നല്ല മനോഭാവം ഉള്ളവരായിരിക്കണമെന്നില്ല. ചിലർ ഒരുപാട് ഉപദേശങ്ങൾ തരും. അതെല്ലാം നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതാണോ ഇല്ലയോ എന്ന് നാമാണ് തീരുമാനിക്കേണ്ടത്. എത്തിച്ചേരാൻ കഴിയാതെ തോറ്റുപോകുമെന്ന് ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞാലും എത്തുമെന്ന് ഉറപ്പിച്ച് ചില ദൂരങ്ങളിലേക്ക് തളരാതെ നടന്നുപോയി ലക്ഷ്യങ്ങളിലെത്തി തിരിഞ്ഞു നിന്ന് ലോകത്തെ നോക്കി പുഞ്ചിരിച്ചവരുടെ വാശിയുടെ പേരാണ് ആത്മവിശ്വാസം. കുറച്ച് വൈകിയാലും സ്വയം ആലോചിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാവും എപ്പോഴും ശരിയാവുന്നത്. പരിമിതികളെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ഉദിക്കുന്ന ചിന്തകളുടെ ആവിഷ്കാരമാണ്. പ്രതീക്ഷയാണ് മനുഷ്യനെ നിലനിർത്തുന്നത് എങ്കിൽ വിശ്വാസമാണ് അത് നേടിത്തരുന്നത്. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. ബന്ധങ്ങൾ രക്തബന്ധങ്ങളിൽ മാത്രമല്ല, സൗഹൃദങ്ങളിലും നിലനിൽക്കുന്നു. ഏതൊരു ബന്ധങ്ങളുടെയും നിലനിൽപ്പ് പരസ്പര സംഭാഷണത്തിൽ തന്നെയാണ്. എവിടെ സംഭാഷണം കുറയുന്നുവോ അവിടെ ബന്ധങ്ങളിൽ അകൽച്ച അനുഭവപ്പെടുന്നു. സമയം കൃത്യമായി ഉപയോഗിച്ചിരിക്കുന്ന എല്ലാവർക്കും സമയം ആവശ്യം പോലെ ഉണ്ടാകും. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ആരെയും ശ്രദ്ധിക്കാതെയും മറ്റൊന്നും നോക്കാതെയും ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. അർഹത ഉണ്ടെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് അവകാശപ്പെട്ടത് നമ്മെ തേടിയെത്തും.